ആ ഫോണിതാ. ശ്രീറാം, സംഭവിച്ചെന്താണെന്ന് ഇവരോട് നീ തന്നെ പറയുന്നോ അതോ ഞാൻ പറയണോ? വേണ്ടിരിക്കെ, ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി, സംസാരിക്കേ. മായ, ഞാൻ പറയുന്നത് നീ കേൾക്കണം. വേഗം ഒരുങ്ങി റെഡിയായി കല്യാണത്തിന് പോണം. ഞങ്ങളില്ലാത്തതിന്റെ ഒരു കുറവും അവിടെ ഉണ്ടാവരുത്. എന്താ സംഭവിച്ചത് ശ്രീയേട്ടാ? ഒക്കെ ഞാൻ സാവകാശം പിന്നീട് പറയാം. ഗോകുലും ബാലു എവിടെ? അവര് ഒരു സ്ഥലം വരെ പോയിരിക്കുക. ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെത്തും. എന്താ ഉണ്ടായതെന്ന് പറ ശ്രീയേട്ടാ. മായ, വെറുതെ ഡീക്കെ കുറ്റപ്പെടുത്തരുത്. സംഭവിച്ചതെല്ലാം ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടാ. ഇവിടെ വന്നപ്പോ വന്നത് എന്തിനാണെന്ന് മറന്ന് ആഘോഷത്തിൽ മുങ്ങിപ്പോയത് ഞങ്ങളാ. അതിന്റെ ഫലമായിട്ടുണ്ടായ കഷ്ടപ്പാടുകളാ എല്ലാം. പിന്നെ ഡീക്ക് തന്നെ ഇടപെട്ടതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പോലും കഴിയുന്നേ. ഇപ്പൊ എല്ലാം ശരിയായി. ഹോട്ടലിന്റെ എഗ്രിമെന്റിന്റെ കാര്യത്തിനാ ബാലും ഗോകുലും പോയത്. എഗ്രിമെന്റ് കഴിഞ്ഞാ ഉടനെ ഞങ്ങളങ്ങ് വരും. പിന്നെ ഡീക്ക് ഒന്നിനും കുറ്റപ്പെടുത്തരുത്. കാരണം എല്ലാം ഞങ്ങളുടെ മാത്രം പിടിപ്പുകേടാ. കല്യാണം ഗംഭീരമായിരിക്കണം. സന്തോഷത്തോടെ പങ്കെടുക്കണം. ശരി ശ്രീയേട്ടാ. എന്നാ ഫോൺ വെച്ചോ. വേഗം റെഡിയായി പോവാൻ നോക്ക്. എൻജോയ്. ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ. അപ്പോ വിവാഹത്തിന് വരാൻ ഇനി തടസ്സമില്ലല്ലോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ റെഡിയാവാം. എന്നാ ശരി. ഇപ്പോഴും ഒരു സമാധാനായ. ചെല്ല്, വേഗം റെഡിയാവാ. വാ. ഭാമേ, ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു ചേട്ടാ, ഇനി സമയമുണ്ടല്ലോ. അല്ല, അമരാവതിന്ന് അവരൊക്കെ ഇറങ്ങിയോ? നിങ്ങൾ വിളിച്ചിരുന്നോ? അതൊക്കെ എപ്പോഴേ വിളിച്ചു. അവരിപ്പോ ഇറങ്ങും. അതെ, ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഇവിടെ വെച്ചാണോ അതോ മണ്ഡപത്തിൽ വെച്ചോ? അതിപ്പോ എവിടെ വെച്ചായാലെന്താ? അതിൽ കുഴപ്പമുണ്ട് ചേട്ടാ. മണ്ഡപത്തിലെത്തിയാ പിന്നെ ഒന്നിന് സമയം ഉണ്ടാവില്ല. മോളെ, നീ എണീക്ക്, അച്ഛന് ദക്ഷിണ കൊടുക്ക്. നന്നായി വാ മോളെ. ഇനി അമ്മയ്ക്ക് കൊടുക്ക. അമ്മേ, കാല് തൊട്ട് തൊടു. അമ്മയുടെ കണ്ണു നിറഞ്ഞല്ലോ. നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അമേരിക്കയിൽ എത്ര നല്ല പയ്യന്മാര് നിന്നെ പ്രപ്പോസ് ചെയ്തതാ. ഇതിപ്പോ രണ്ടാം കെട്ടുകാരനാണെന്ന് അവർക്ക് അറിയുമ്പോ. ഭാമേ, അമരാവതിയിലെ മരുമകളാകുന്നത് ഇവളുടെ ഭാഗ്യം തന്നെയാ. പക്ഷേ മോളെ, നിന്റെ കണക്കുകൂട്ടല് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അവതാളത്തിലാകുന്നത് നിന്റെ ഭാവിയായിരിക്കും. നടക്കു വച്ച കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അയാളുടെ കണ്ടീഷൻസ് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറും. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായി ഡി.കെ മാറ്റാൻ എനിക്കറിയാം. അതിനുവേണ്ട എന്താണെന്നും എനിക്കറിയാം. ഈ ഷാള് തലയിലൂടെ ഇട്ട് നമ്മുടെ മകള് മണ്ഡപത്തിലേക്ക് കടന്നു വരുമ്പോ ആളുകൾ അന്തം വിടണം. ഒക്കെ ശരിയാ. പക്ഷെ ഇതെല്ലാം വാരി ചുറ്റി ആഭരണങ്ങൾ അണിഞ്ഞ്
കഷ്ടപ്പെട്ട് മേക്കപ്പ് ഇട്ട് തലയിൽ കൂടെ ഒരു ഷോളും പുതച്ചു നിൽക്കുന്ന എന്റെ മോളുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഇനി മണ്ഡപത്തിൽ ഇതുപോലെ വല്ല ആചാരങ്ങളും ഉണ്ടോ? അവസാനം DK എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എണീറ്റ് പോവോ? എടി DKക്ക് ഈ കല്യാണം നടന്നേ പറ്റൂ. അതിന് ഇതുപോലുള്ള ഏത് ആചാരങ്ങളും അവൻ സമ്മതിക്കും. നമുക്കിതൊന്നും പരിചയമുള്ള ചടങ്ങല്ലല്ലോ അച്ഛാ. വേണം മോളെ. പണ്ട് കേരളത്തിൽ ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ന്യൂജൻ ആയപ്പോൾ മെഹന്തി, മഞ്ഞൾ കല്യാണം, തലയിൽ കൂടെ ഷാളിടൽ എന്നിങ്ങനെ പുതിയ പേരുകളൊക്കെ ആയെന്നേ ഉള്ളൂ. DK എത്തിയോ? ഇപ്പൊ എത്തും മോളെ. പണ്ടൊക്കെ ആണെങ്കിലേ വരന്റെ വീട്ടുകാര് വരുമ്പോ വധുവിന്റെ വീട്ടുകാര് വന്നാ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഇതേ ആരോ വന്ന് ഒരു പൂ കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. ഓ, കാലം പോയ ഒരു പോക്കേ. ചടങ്ങുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇവിടെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞത് DK. അമ്മയ്ക്ക് എന്റെ കല്യാണം നടന്നാ പോരെ? ഓഫ് കോഴ്സ്, ഐ വാണ്ട് മാരേജ് ഓൺലി. കം ബേട്ടാ, കം. ഭഗവാനെ, ഒരു കൊട്ടാരമുറ്റത്ത് എത്തിയ പോലുണ്ട്. പണമുള്ളവർക്ക് എന്തോ ആവല്ലോ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ ചി? ആ, കൊള്ളാം. അവിനാശിന്റെ പ്ലാനിങ് നടക്കുമോ എന്തോ. അത് നടന്നാൽ ജ്യോതി, ഇതൊക്കെ നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിട്ടങ്ങ് മാറ്റാം. വാ. നിങ്ങൾക്ക് തെറ്റി മനുഷ്യ. അവിനാശിന്റെ പ്ലാനിങ് അനുസരിച്ച് എല്ലാം നടന്ന ഞാൻ തന്നെയാ DKയുടെ അമ്മായിയമ്മ.
2 ബലിമൃഗങ്ങൾ, ടികെയും ജ്യോതി. നീ അറിയുന്നില്ലല്ലോ ഡി കെ, ഇവിടെ നടക്കാൻ പോകുന്ന പൂരം എന്താണെന്ന്. എടി ജ്യോതി, നീ വലതുകാൽ വച്ച് കയറുന്നത് ഞാൻ ഒരുക്കിയ പത്മവ്യൂഹത്തിലാണ്. ഇനി നിനക്ക് അവിടുന്നൊരു തിരിച്ചുപോക്കില്ല. നീ മിസ്സിസ് ഹിറ്റ്ലർ ആവാൻ പോവാ. നിനക്കിഷ്ടമില്ലാത്ത ഡി കെയുടെ താലി അണിഞ്ഞ് അവന്റെ കൂടെ നിന്റെ ജന്മം കണ്ണീര് കുടിച്ച് തീരും ജ്യോതി. ഈ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്നത് ഡി കെയും സിത്താരയും തമ്മിലുള്ള വിവാഹമല്ല, 2 ശത്രുക്കൾ തമ്മിലുള്ള വിവാഹമാണ്. ഡി കെയും നീയും. കീരിയും പാമ്പും തമ്മിലുള്ള കല്യാണം. നിന്റെ ഓർമ്മകൾ കൊണ്ട് ഞാൻ വരച്ച വൃത്തത്തിനകത്തേക്ക് വേറൊരു പെണ്ണ് കടന്നു വരാൻ പോവാ. നിന്റെ ഓർമ്മകളുമായി എന്റെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ ഞാൻ? അവിടേക്കാ നീ തന്നെ ഒരുത്തിയെ കയറ്റിവിടുന്നത്. എന്തിനായിരുന്നു സുപ്രിയ ഇത് ചെയ്തത്? ഇങ്ങനൊരു ആഗ്രഹം നീ പറയുന്നു, അത് സാധിച്ചു തരാൻ വീണ്ടും വേറൊരു പെണ്ണിനെ 2ാം ഭാര്യയാക്കേണ്ടി വരുമെന്നോ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. നിന്റെ ആഗ്രഹം സാധിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സുപ്രിയ. സിതാര, താരേച്ചി, ഞാൻ എത്ര നേരോട്ട് കാത്തിരിക്കാ. ഇതെവിടെ പോയി കിടക്കായിരുന്നു? അവളുമാരുടെ കണ്ണ് വെട്ടിച്ച അങ്ങോട്ട് വന്നേ. ദേ, എനിക്ക് നല്ല പേടിയുണ്ട്. താരേച്ചി തന്ന ഒറ്റ ധൈര്യത്തിലാ ഞാൻ എടുത്ത തലയിൽ വെച്ചത്. നീ ധൈര്യമായിട്ടിരിക്കണേ. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം ഡി കെ നിന്നോട് ഒരകൽച്ചയൊക്കെ കാണിച്ചു നിൽക്കും. പക്ഷേ കുറച്ചു കഴിയുമ്പോ ആ ബലംപിടുത്തമൊക്കെ അങ്ങ് മാറും. ഒരു പെണ്ണ് വിചാരിച്ചാ മയക്കാൻ പറ്റാത്ത ആണുങ്ങളുണ്ടോടി ഈ ലോകത്ത്? ഡി കെ ദുർവാസാവിന്റെ അവതാരമൊന്നും അല്ലല്ലോ നിന്നെ ശപിച്ച് ഭസ്മാക്കാൻ. അങ്ങനെ മുനിയായിട്ട് ചിതൽപുറ്റിനകത്ത് കേറിയിരുന്ന നീ ഒരു മേനകയാവണം. മേനകയോ? അതാരാ? നിന്റെ ഒരു കാര്യം എടി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദേവലോകത്തെ സുന്ദരിമാരാ, നർത്തകികൾ. അവര് വിചാരിച്ച മയക്കാൻ പറ്റാത്ത ആണുങ്ങൾ ദേവലോകത്ത് പോലും ഇല്ല. നിന്നെ കൊണ്ട് സാധിക്കും. അയ്യോ, ഞാൻ താരേച്ചിക്ക് ശിഷ്യപ്പെടാമേ. എന്തായാലും ഞാൻ ആദ്യം അമരാവതിയിൽ എത്തട്ടെ, ഡി കെയുടെ ഭാര്യയായിട്ടെ. പിന്നെ നമ്മൾ പൊളിക്കില്ലേ? അമരാവതി വീട് ഭരിക്കാൻ പോകുന്നത് ഇനി നമ്മളായിരിക്കും. ഇപ്പൊ ഞാൻ ജയിച്ചില്ലേ, ഇനി എനിക്ക് പോവാലോ അല്ലേ? അങ്ങനെ ഈസി ആയിട്ട് ജയിച്ചങ്ങ് പോയാലോ? ചിത്രേ, അതിങ്ങെടുത്തേക്ക്. അന്ന് നിന്റെ മെഹന്തിക്ക് നിന്റെ കയ്യില് മെഹന്തി ഇടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. അതിന്റെ കുറവ് ഇപ്പൊ തന്നെ നികത്തിയേക്കാം. ചിത്രേ, എന്റെ കൈ കാണിക്കുന്നേ? കൈ ആക്കരുത്. കൈ വിട. എന്തായി കാണിക്കുന്നേ? ഈ അവിനാശത്തെ എവിടെ പോയി? ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും? അവൻ പറഞ്ഞത് വല്ലോ നടക്കുമോ എന്തോ? ഈശ്വര, എന്റെ മഹാഗണപതി, വേണ്ടാന്ന് വെച്ച സ്വപ്നങ്ങളൊക്കെ അവൻ കാരണം ഞാൻ വീണ്ടും കണ്ടു തുടങ്ങിയതാ. നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ ഭഗവാനെ. നിങ്ങൾ എവിടെ എത്തിയോ?
അമ്മ വന്നെന്ന് വിളിച്ചൊന്ന് കരുതി ഉടനെ തന്നെ കെട്ടി ഒരുങ്ങി പുറപ്പെട്ടു. നാണമില്ലാതെ. അല്ല, നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പോകുന്നത്? കുടുംബസമേതം. വീട്ടില് ഭക്ഷണമൊന്നും വെക്കണ്ടല്ലോ. മൂക്കുമുട്ട വെട്ടി വിഴുങ്ങി സ്ഥലം വിടാം, അതല്ലേ ഉദ്ദേശം? കൊച്ചേ, എന്റെ വായിന്നൊന്നും കേക്കരുത്. നീ നിന്റെ പാട് നോക്കി പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. എത്ര അപമാനിച്ചു വിട്ടാലും പിന്നെയും പിന്നെയും കേറി വരുന്ന ഈ സ്വഭാവം കുടുംബത്തിന് മൊത്തം ഉള്ളതല്ലേ? ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചിട്ട് തന്നെയാ കല്യാണത്തിന് വന്നത്. ആരാ ക്ഷണിക്കേണ്ടത്? കല്യാണം കഴിക്കാൻ പോകുന്ന DK വിളിച്ചിട്ടില്ല. ഈ കല്യാണത്തിന് മുഴുവൻ ആളുകളെയും വിളിച്ചത് ഞങ്ങളാ. ആ ഞങ്ങള് നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ആ പിന്നെ അമ്മ, അമ്മയുടെ വിളിയൊക്കെ പേര് തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാ. അത് കേട്ട് വരണോന്നൊന്നുമില്ല. അതെ, ഞങ്ങൾക്ക് നാണമില്ലാന്ന് തന്നെ കൂട്ടിക്കോ. അമരാവതിയിൽ അമ്മ നാണമില്ലാതെ വന്ന് വിളിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആ പത്മാവതി അമ്മ ഞങ്ങളെ വന്ന് വിളിച്ചത്. വേണമെങ്കിൽ അത് അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ, വേണോ? അയ്യോ വേണ്ടേ, ഇനി അമ്മയെ വിളിക്കണ്ട, ഞങ്ങള് വിശ്വസിച്ചു. ആ എന്തായാലും വന്നത് വന്നു. സദ്യ വെട്ടി വിഴുങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോണം. എടി, നീ അധികം നെകളിക്കൊന്നും വേണ്ട. താമസിയാതെ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാവും. ഇന്നത്തെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവരെയൊക്കെ കല്യാണത്തിന് വിളിച്ച അമ്മയെ വേണം പറയാൻ. എനിക്ക് നിങ്ങളെ കാണാം. ആണോ? എവിടെ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്താ നിന്റെ പ്ലാൻ? എങ്ങനെയാ ഇത് നടത്താൻ പോന്നെ? കല്യാണ പെണ്ണ് മാറിയ ആൾക്കാർ തിരിച്ചറിയില്ലേ? അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഇവന്റ് നടത്തുന്നത് എന്റെ ഒരാളാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ജ്യോതിയെ DK തന്നെ വിവാഹം കഴിക്കണം. എനിക്ക് അമരാവതിയിലെ DKയുടെ അമ്മായിയമ്മ ആവണം. ആ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്ല, നിങ്ങളിപ്പോ എവിടെയുള്ളേ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ ശരി, സ്ഥലം ഞാൻ പറയാം. ആന്റി അവിടേക്ക് വന്നാ മതി. ശരി. ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഞാൻ നിക്ക് നിങ്ങളുടെ സംശയങ്ങളൊന്നും ക്ലിയർ ചെയ്യാൻ എനിക്കിപ്പോ സമയമില്ല. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക, എല്ലാം ശരിയായിക്കോളും. മോളെ, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? എനിക്ക് വിഷമമില്ലെന്ന് മാത്രമല്ല, നല്ല സന്തോഷത്തിലാ ഞാൻ. വേറൊന്നും കൊണ്ടല്ല മോളെ, DKയുടെ പ്രകൃതം കാണുമ്പോ അമ്മയ്ക്ക് നല്ല പ്രയാസമുണ്ട്. ഒരു മകളെ കല്യാണം കഴിച്ചു വിടുമ്പോ അവള് സന്തോഷമായിട്ട് ജീവിക്കണമെന്നേ ഏതൊരമ്മയെ ആഗ്രഹിക്കും. അമ്മേ, ഇത് എനിക്ക് വിധിച്ച കല്യാണമാണ്. ആദ്യം അവരെന്നെ സെലക്ട് ചെയ്തു, പിന്നെ ജ്യോതി വന്നു. DK ജ്യോതിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് വിഷമം തോന്നിയെന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പോഴും ഒടുവിൽ ആ ഭാഗ്യം എനിക്ക് തന്നെ കിട്ടിയില്ലേ? ദേ, അച്ഛൻ വിളിക്കുന്നു. ഞാനൊന്ന് മണ്ഡപത്തിലോട്ട് ചെല്ലട്ടെ. ചേട്ടാ, ഞാൻ വരുന്നു. ദേ വന്നു. DK, നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ജ്യോതിക്കൊരു ജീവിതം കിട്ടിയ DK അവളെ വിവാഹം കഴിച്ച എന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കുമെന്ന് ഞാൻ കരുതി. നീ ഇപ്പൊ ഈ പറഞ്ഞത് അന്തസ്സുള്ളവർ പറയുന്ന വർത്താനാണോ? എന്റെ പ്രിയമോളെ ഇതിനകത്തേക്ക് എങ്ങാനും വലിച്ചിട്ടാലുണ്ടല്ലോ, പോലീസാ കീലീസാന്നൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും നിന്നെ ഞാൻ. നീ എന്നെ പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് ബുദ്ധിയില്ലെന്നോ? ഒരു ലാഭവും ഇല്ലാതെ നീ ഈ കച്ചവടത്തിന് ഇറങ്ങില്ലെന്ന് എനിക്കറിയാം. നിന്റെ ഉദ്ദേശം വേറെന്തോ ആണ്.
ഇനി നിന്റെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്ക. ഈ കാര്യത്തിന് ഇനി ഞാൻ നിന്നെ സഹായിക്കില്ല. എത്ര കൂളായിട്ടാ നീ രക്ഷപ്പെട്ടു പോയത്. നിന്റെ മോളെ പറഞ്ഞപ്പോ നിനക്ക് വേദനിച്ചു. എന്റെ കോളറിന് പിടിച്ചു, എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിച്ചു. നീ നോക്കിക്കോ, ഇനി കളി മാറാൻ പോവാ. നിന്റെ മൂത്ത മകളെ ഞാൻ വരുത്തും, ഈ കല്യാണവും നടത്തും. അതിലൂടെ നിന്റെ ഇളയ മകളെ എന്റെ രണ്ടാം ഭാര്യയായി കൊണ്ടുപോവുകയും ചെയ്യും. അതാണടി എന്റെ ലാഭം. അതെങ്ങനെ നടക്കും? ഞാൻ സമ്മതിച്ച പോലും DK സമ്മതിക്കില്ല. അതിനൊക്കെ വഴിയുണ്ട്. നീ സമ്മതിച്ച ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇല്ലെങ്കിൽ ഇവളുടെ ശവം മാത്രമേ നീ കാണൂ. വേണ്ട വേണ്ട, ഞാൻ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം, എന്റെ അനിയത്തിക്ക് വേണ്ടി. എങ്കിൽ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. താലികെട്ട് കഴിയുമ്പോ നിന്റെ അനിയത്തി നിന്റെ മുൻപിലുണ്ടാവും. ചെല്ല്. Your time starts now. ഹലോ ഹലോ ഹലോ, എന്റെ ഈശ്വരം, ഞാനിനി എന്ത് ചെയ്യും? എന്നെ ആരെ സഹായിക്കാം? ആകെ സഹായം ചോദിക്കാൻ പറ്റുന്നത് ആ ഹിറ്റ്ലറിനോട് മാത്രമാ. തൊട്ടടുത്ത് അയാളുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ അയാളോട് സഹായം ചോദിക്കും? സിത്താരെ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ വഴിയില്ല. ഓൾ ദി ബെസ്റ്റ് മൈ സൺ. എന്നാ പിന്നെ ചടങ്ങുകൾ തുടങ്ങാം. വധുവിനെ വിളിച്ചോളൂ. മായേ, നിങ്ങൾ പോയി ജ്യോതിയെ വിളിച്ചോണ്ട്. സോറി മൈ സൺ, സിത്താരെ വിളിച്ചോണ്ട് വാ. അമ്മേ, ഇനിയെങ്കിലും നാക്ക് പിഴയ്ക്കല്ലേ. ആ ബേക്കറിക്കാരുടെ വൃത്തികെട്ട പേര് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ച് പറയല്ലേ. സോറി മോനെ, അമ്മ ഇനി ആവർത്തിക്കില്ല. സിത്താരെ, സിത്താരെ, ഇതെവിടെ പോയി? ഇനി മണ്ഡപത്തിലേക്ക് പോയോ? ഇവിടുന്ന് എവിടെ പോവാനാ? എന്താ തലയിൽ ഇങ്ങനെ ഷോൾ ഇട്ടിരിക്കുന്നെ? സിത്താരയുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതൊരു ചടങ്ങാണ്. വിവാഹം കഴിഞ്ഞ് മാത്രമേ മറ്റുള്ളവർ വധുവിന്റെ മുഖം കാണാവൂ എന്നാണ് ഈ ചടങ്ങിന്റെ അർത്ഥം. സംഗതി ഒരു നോർത്ത് ഇന്ത്യൻ ചടങ്ങാണ്, പക്ഷേ കാണാനൊരു ഭംഗിയാണ്. മാത്രവുമല്ല, DKയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സിത്താരെ, ഇന്നു മുതൽ നീ അമരാവതിയിലെ മരുമകളാ. എന്ന് വെച്ചാ ഞങ്ങളുടെ അമ്മായിയമ്മ. അതെ, ചടങ്ങ് കഴിയുന്നത് വരെ മുഖം കാണാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങളും കൂടെ ഒന്ന് ഓർക്കണേ, കേട്ടോ? അത് ശരിയാ. അല്ല, സിത്താര എന്താ ഒന്നും മിണ്ടാത്തെ? നാണം കൊണ്ടാവും. എന്നാ പിന്നെ ഇറങ്ങാം.
വാ മോളെ. ആരാ മോനെ വരാനുള്ളത്? അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആള് തന്നെയാ. അപ്പൊ നിനക്ക് പ്രധാനപ്പെട്ട ആളല്ലേ? അതെ, അതുകൊണ്ടല്ലേ ചടങ്ങ് നിർത്തിവെച്ച് അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ നേരിട്ട് വന്നത്. ആരാ ഇത്ര വലിയ അതിഥി? ദാ എത്തിക്കഴിഞ്ഞു. ഹനുമോളായിരുന്നോ? ആവു പെട്ടി. വെരി വെരി സർപ്രൈസ്. സുഖാണോ അമ്മ? വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. അനുവരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചതേയില്ല. ഷൂട്ടിംഗ് ഇവിടെ അടുത്ത് തന്നെയാ, അതുകൊണ്ട് സമയത്തിന് എത്താൻ പറ്റി. സുപ്രിയ പോയ ശേഷം നീ എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. ഈ ചടങ്ങിന് ഞാൻ ഉണ്ടാവുന്നത് സുപ്രിയക്ക് സന്തോഷാവൂന്ന് എനിക്ക് തോന്നി. മുഹൂർത്തമായി മോളുവാ. അച്ഛാ, മമ്മി, എന്നോട് ക്ഷമിക്കണം. പ്രിയമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേഷം കെട്ടേണ്ടി വന്നു. അതെ, ഇനി നിൽക്കാൻ പറ്റില്ല. ഹീറോ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവള് തന്നെയാ നിനക്ക് ചേർന്ന ഭാര്യ. മിസസ് ഡിക്ക്, ഇവനെ എന്റെ പഴയ ഡിക്ക് ആക്കി തിരിച്ചു തരണം. ഓക്കെ? ശരി, അപ്പൊ ശരി അമ്മ. ഓക്കെ മോളെ. ഹലോ. ഇപ്പോ നിങ്ങളുടെ മകൾ ഹിറ്റ്ലറുടെ ഭാര്യയായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്.
അമ്മായിയമ്മയുടെ അധികാരം തുടങ്ങിക്കോ. ആ അധികാരം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ശരി. എന്താ മനുഷ്യ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ വാ. ഇനിയാണ് കളി. ഹിറ്റ്ലർ വേഴ്സ് മിസസ് ഹിറ്റ്ലർ. ദ ഡ്രാമ സ്റ്റാർട്ട്സ് നൗ. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കും. കണ്ടില്ലേ, ഇപ്പൊ കള്ളി വെളിച്ചത്തായി. ഇവളുടെ കയ്യിൽ തെളിവില്ല. ആദ്യം എന്റെ മോള് സിത്താരയെ കണ്ടുപിടിക്ക്, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങള്. എന്നെ വിശ്വസിക്കണം. എന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ പ്രിയമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. മോളെ, സത്യമാണ് ചേച്ചി, ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല. സത്യം എന്താന്ന് ഞാൻ പറയാം. ഇവളെ എന്റെ തലക്കടിച്ചത്. എന്നിട്ട് എന്റെ ഡ്രസ് ഇട്ട് DK കല്യാണം കഴിച്ചു. ചതിയായത്. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? DK, ഈ കല്യാണം സത്യമല്ല. എന്നെ ചതിച്ചിട്ടാ ഇവള് മണ്ഡപത്തിലെത്തിയത്. DK ഇവള് താലി കെട്ടിയതും എനിക്ക് അവകാശപ്പെട്ട താലിയ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. ആ താലി അഴിച്ചു മാറ്റി DK. നിർത്തടി. എന്റെ ജ്യോതിമോളെ ഒരിക്കലും കള്ളം പറയില്ല. പ്രിയയെ രക്ഷിക്കാൻ വേണ്ടി അവള് ചെയ്തതാണെങ്കിൽ ഇത് ഈശ്വരന്റെ വിധിയാ. ഇത് അംഗീകരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. എന്റെ ജ്യോതിമോള് തന്നെയായിരിക്കും ഇനി DKയുടെ ഭാര്യ. അത് തിരുത്താനൊന്നും ഇനി ആരും മെനക്കെടണ്ട. അതൊട്ടും നടക്കാനും പോകുന്നില്ല. ആശാലത കലക്കി. DK, ഇനി നീ എന്ത് ചെയ്യും? താലി അഴിക്കുമോ അതോ ജ്യോതിയെ സ്വീകരിക്കുമോ? പാവം ഹിറ്റ്ലർ. ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് തെളിയിക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ ഹിറ്റ്ലറെ? കണ്ടോ, ഇതില് ബേക്കറി എന്ന എന്റെ പേര് ഫീഡ് ചെയ്തിരിക്കുന്നത്. എന്നെ അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ മാത്രം. നമ്പർ 1 ഫ്രോഡാ നിങ്ങൾ. നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചത്. ഇത് ഞാൻ എല്ലാവരോടും പറയും. ഇത്രയൊക്കെ ചെയ്ത് എന്റെ കഴുത്തിൽ നിങ്ങൾ താലി കിട്ടിയത് എന്തിനാന്ന് എനിക്ക് അറിയണം. സത്യത്തിൽ നിങ്ങളൊരു മനുഷ്യനാണോ? യു ആർ എ സാഡിസ്റ്റ് കില്ലർ. അങ്ങനെ എന്റെ വായടുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഈ ജ്യോതി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നീ ശബ്ദിക്കരുത്. Get out from here. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലേ ഞങ്ങൾക്കൊന്ന് ശ്വാസം എടുക്കാൻ പറ്റൂ. നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അവർ തെളിയിക്കട്ടെ ഞാനാണ് നിന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്യിച്ചതെന്ന്. കൊടുക്കും. കേസ് കൊടുക്കുക തന്നെ ചെയ്യും. പ്രസംഗമല്ല, പ്രവൃത്തിയാണ് എനിക്കിഷ്ടം. എന്നെ അറിയാവുന്നവർ ഞാനിത് ചെയ്തെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല. വീരനായികയെ പോലെ നിന്ന് വീരസ്യം വിളമ്പാതെ പോയി തെളിയിക്ക് ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന്. തെളിയിക്കും. നിങ്ങളാണിത് ചെയ്തെന്ന് ഞാൻ തെളിയിക്കും. ദാ, ഇത് കൈ തന്നെ വെച്ചോ. നിങ്ങളെ കൊണ്ട് തന്നെ ഇതിന്റെ സത്യം ഞാൻ പറയിക്കും. ജ്യോതിയാ പറയുന്നേ. മൈൻഡ് ഇറ്റ്. ജനിച്ചപ്പോഴേ കഴുത്ത് ഞെരിച്ച് കൊല്ലാറുന്നില്ലേ നിങ്ങൾക്കവളെ? എന്ത് വർത്തമാനാ നീ പറയുന്നത്? കുഞ്ഞുങ്ങളൊക്കെ അച്ഛനമ്മമാരുടെ സ്വപ്നമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അവരൊടുവിൽ ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ തല്ലിക്കിടത്തുമ്പോ കണ്ടു നിൽക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മകനായാലും മകളായാലും പ്രായപൂർത്തിയായ പിന്നെ അവര് സ്വതന്ത്രരാ. സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിൽ
അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ടാകും. എന്ന് കരുതി അതിങ്ങനെ നമ്മളെ നാണം കെടുത്തിട്ട് വേണോ? ഓരോ തവണയും അവൾ ഇത് തന്നെയാ ചെയ്തോണ്ടിരിക്കുന്നത്. ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞ് ഇത്രയും കാലം അവളെ ന്യായീകരിച്ച നിങ്ങളല്ലേ? ആ നിങ്ങളെ എന്റെ നെഞ്ചിൽ ചവിട്ടിട്ടല്ലേ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? സമ്മതിച്ചു, അവൾ ചെയ്തൊക്കെ തെറ്റ് തന്നെയാ. വേറൊരു പെണ്ണിനെ കല്യാണം മുടക്കിയിട്ട് DK കിട്ടിയത് തെറ്റ് തന്നെയാ. പക്ഷേ അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് നമ്മൾ അന്വേഷിച്ചോ? പ്രിയമോളെ, നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞത്? സത്യം പറ, നിന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയോ? ഇല്ലച്ചാ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല. കുറച്ചുനേരം എനിക്ക് വല്ലാത്തൊരു മയക്കം പോലെ തോന്നി. ഗസ്റ്റ് റൂമിൽ പോയി കിടന്നു. ഉറങ്ങിപ്പോയത് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലെന്തോ ഒരു സംശയമുണ്ടല്ലോ. ഒരുപക്ഷെ നിന്നെ ജ്യൂസ് തന്നു മയക്കതാണെങ്കിലോ? നീ അറിയാതെ നിന്നെ കിഡ്നാപ്പ് ചെയ്ത ആള് നിന്റെ കഴുത്തിൽ കത്തിവെച്ച് ജ്യോതിയെ ഭീഷണിപ്പെടുത്തിയാണെങ്കിലോ? എന്തിന്? അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഈ കുടുംബത്തിന് പ്രയോജനം കിട്ടുമായിരുന്നു. അവള് ആ പെണ്ണിന്റെ തലക്കടിച്ച് DK കെട്ടിയതിലല്ല എന്റെ സങ്കടം. അവള് ചെയ്തതൊക്കെ ശരി തന്നെയാ. DK പോലൊരു മരുമകനെ കിട്ടാൻ ഏത് അമ്മ ആഗ്രഹിക്കാത്തത്? എല്ലാം കഴിഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോയത് എന്തിനാ? DKയോട് ഈ ജന്മത്തെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയതിലെ എന്റെ സങ്കടം. അല്ല, ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? സമീറ, ഈ കെട്ടഴിക്ക്. ഓക്കെ സർ. ഇനി പറ, എന്തിനാ നീ ആ കല്യാണ സ്ഥലത്ത് നിന്ന് ചാടിപ്പോന്നത്? ഇത് അന്വേഷിക്കലാണോ CBIയുടെ ജോലി? ഇത് ഒരു ജോലിയാണ്. DK നിന്നെ വിവാഹം കഴിച്ച് നിമിഷങ്ങൾക്കകം നീ DK ഉപേക്ഷിച്ചു പോന്നു. എന്തിനാ? അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്റെ അനിയത്തിയുടെ കഴുത്തിൽ കത്തിവെച്ചാ അയാൾ എന്നെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. ഇനി ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല. ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് അയാൾക്കെതിരെയുള്ള തെളിവുകൾ വേണം. അത് നീ തന്നെ തരണം. തെളിവോ? ഈ ഞാനോ? എങ്ങനെ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിന്നെ കൊണ്ടേ പറ്റൂ.